നമസ്കാരം. ധനുഷ് സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നീ 2 ക്വസ്റ്റ്യൻ പേപ്പർ ചേർത്താണ് വന്നിരിക്കുന്നത്. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരിയാണ് സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം. ഓപ്പറേഷൻ കാവേരി. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാം? 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാം? ആൻസർ സിദ്ധു കാനു. നാനാ സാഹിബ്, താന്തിയ തോപ്പി, ഭക്ത് ഖാൻ, ബഹദൂർ രണ്ടാമൻ, കൻവർ സിംഗ് ഒക്കെ എന്താണ് 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരായിരുന്നു. നാനാ സാഹിബ്, താന്തിയ തോപ്പി, ഭക്ത് ഖാൻ, ബഹദൂർ എന്നിവരാമൻ, കൻവർ സിംഗ് എല്ലാവരും 1857 കലാപവുമായി ബന്ധപ്പെടുന്ന നേതാക്കന്മാരായിരുന്നു. ബന്ധപ്പെടാത്തവർ സിദ്ധു കാനു എന്നിവരാണ്. നെക്സ്റ്റ് 1. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനവും ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ് ബന്ധമില്ലാത്തത്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. നിസ്സഹകരണ പ്രസ്ഥാനം ബന്ധമുള്ളത് ഖിലാഫത്ത് പ്രസ്ഥാനം, സിട്ടി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട്, ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല. നെക്സ്റ്റ് 1. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? ആൻസർ വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയാണ് നാട്ടുകൂട്ടം ഇളക്കം. നാട്ടുകൂട്ടം ഇളക്കം വേലുത്തമ്പി ദളവ. നാട്ടുകൂട്ടം ഇളക്കം വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ജഹാംഗീർ. ജഹാംഗീറാണ് സൂററ്റിൽ ഫാക്ടറി സ്ഥാപിക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് അനുവാദം കൊടുത്തത്. ജഹാംഗീറാണ് സൂററ്റിൽ ഫാക്ടറി സ്ഥാപിക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് അനുവാദം കൊടുത്തത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1940 ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക എന്നാണ് ഉൾപ്പെടാത്തത്. ഉൾപ്പെടുന്നവ 1940 ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയായിരുന്നു? ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിയൊരു കമ്മിറ്റി രൂപീകരിക്കുക, ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകുക, ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക എന്നിവയാണ് 1940 ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക എന്നതായിരുന്നു 1940 ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. അടുത്തത്, ഒരു മാപ്പിൽ RF = 1:10,000 ഒറ്റ 10 100 1000 ലക്ഷം 1 ലക്ഷം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ഭൂമിയിലെ അകലം എത്രയായിരിക്കും? ആൻസർ RF = 1:1 ലക്ഷമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ ഭൂമിയിലെ അകലം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 സെൻറ്റിമീറ്റർ = 1 കിലോമീറ്റർ. 1 സെൻറ്റിമീറ്റർ = 1 കിലോമീറ്റർ. നെക്സ്റ്റ് 1. പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത് ആണ്. 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്തിലാണ് പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത്. 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്തിലാണ് പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത്. അടുത്തത്, ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? ആൻസർ ഇവയെല്ലാം. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറിൻ, നൈട്രജൻ ഇവയെല്ലാം മാഗ്മയിൽ കാണപ്പെടുന്നു. മാഗ്മ ഉരുകി വരുന്ന ദ്രാവകമുണ്ടല്ലോ മാഗ്മ. ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? ഇന്ത്യയിലെ പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ജമ്മു കാശ്മീർ. സോൻമാർഗ് ജമ്മു കാശ്മീർ. സോൻമാർഗ് ജമ്മു കാശ്മീർ. സോൻമാർഗ് ജമ്മു കാശ്മീർ ഹിൽ സ്റ്റേഷനാണ്.
നെക്സ്റ്റ് വൺ, ഉത്തരമഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ഉത്തരമഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. നെക്സ്റ്റ്, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്. ഇന്ത്യയുടെ ധാതു കലവറ ഏതാണ്? ഇന്ത്യയുടെ ധാതു കലവറ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ധാതു കലവറ ആരാണ്? ജാർഖണ്ഡാണ്. ധാതു കലവറ ജാർഖണ്ഡാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഏഷ്യൻ ഭവനം ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം ആരാണ്? ഫിലിപ്പൈൻസ്. ഏഷ്യൻ ഭവനം ഫിലിപ്പൈൻസ് ആണ്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ആൻസർ ഇവയെല്ലാം. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉദാരം, സ്വകാര്യം, ആഗോളം, ഇതെല്ലാം എന്താണ്? പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, വൽക്കരണമാണ്. ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു ഇവയെല്ലാം. നെക്സ്റ്റ്, ഓപ്പറേഷൻ ഫ്ലഡ് എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്പറേഷൻ ഫ്ലഡ് ആൻസർ ക്ഷീരവികസനം. ഓപ്പറേഷൻ ഫ്ലഡ് അല്ലേ? മിൽക്ക്. ഓപ്പറേഷൻ ഫ്ലഡ് മിൽക്ക്. ഫ്ലഡ് ഒഴുകുന്നു. ബ്ലഡ് ഓർക്കണ്ട, ഫ്ലഡാണ് ക്ഷീരം. 2023 G7 ഉച്ചകോടി വേദി ഏതാണ്? 2023 G7 ഉച്ചകോടി വേദി ഏതാണ്? ആൻസർ ഹിരോഷിമ. 2023 G7 ഉച്ചകോടി വേദി ഏതാണ്? ഹിരോഷിമയാണ്. G7 ഉച്ചകോടി വേദി ഹിരോഷിമ. 2023 G7 ഉച്ചകോടി വേദി ഏതാണ്? ഹിരോഷിമയാണ്. സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ 1975 സെപ്റ്റംബർ 9. 1975 സെപ്റ്റംബർ 9 സംസ്ഥാനത്ത് സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. 1975 സെപ്റ്റംബർ 9 സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. നെക്സ്റ്റ് വൺ, KSSM ൻ്റെ പൂർണ്ണരൂപം എന്താണ്? KSSMൻ്റെ പൂർണ്ണരൂപം എന്താണ്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് KSSMൻ്റെ പൂർണ്ണരൂപം. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം ഏതാണ്? ആൻസർ തിരുവനന്തപുരം. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? ആൻസർ 25/5/2015 കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി, തണ്ണീർത്തട അതോറിറ്റി വന്നത് എന്താണ്? 25/5/2015. 25/5/2015 തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. തണ്ണീർത്തട പദ്ധതി 25/5/2015. നെക്സ്റ്റ് വൺ, മാർഗനിർദ്ദേശ തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ആൻസർ വരുന്നത് 43-ാം വകുപ്പിലാണ് കുടിൽ വ്യവസായങ്ങളെക്കുറിച്ച് പറയുന്നത്. 43 കുടിൽ വ്യവസായം. നെക്സ്റ്റ് വൺ, മാർഗനിർദ്ദേശ തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ആൻസർ 36/51 മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് 36/51. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? ആൻസർ സി ആണ്. 1949 നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത്. 49 നവംബർ 26. 49 നവംബർ 26 എന്ന് വെച്ചാൽ 50-ന് മുൻപ് ഇല്ല, 1950-ന് മുൻപ് അതിന് മുൻപ് ഓർത്താൽ മതി. 49 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ
സമിതി ഭരണഘടന അംഗീകരിച്ചത്. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതാണ്? ആൻസർ വരുന്നത് അതാണ് 5-11 പൗരത്വം. 5-11 പൗരത്വം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ പേറ്റന്റിനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പേറ്റന്റിനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ 12-ാം വകുപ്പാണ്. 12-ാം വകുപ്പിലാണ് പേറ്റന്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 12-ാം വകുപ്പാണ് പേറ്റന്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്തത് 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ പഞ്ചായത്ത് രാജാണ് 73ാമത് ഭരണഘടനാ ഭേദഗതി. തുല്യ ജോലിക്ക് തുല്യ വേതനം മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുല്യ ജോലിക്ക് തുല്യ വേതനം മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് 39D. ജോലിക്ക് തുല്യ വേതനം 39D ആണ് തുല്യ ജോലിക്ക് തുല്യ വേതനം. നെക്സ്റ്റ് വൺ, ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഭരണഘടനാ ശില്പി ആരാണ്? അംബേദ്കർ ആണ്. ഭരണഘടനാ ശില്പിയാണ് അംബേദ്കർ നൽകിയത്. ശില്പി അംബേദ്കർ ആണ്. ഭരണഘടനാ ശില്പി അംബേദ്കർ. നെക്സ്റ്റ് വൺ, ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് നടക്കുന്നത്? ആൻസർ അണ്ഡവാഹിനി കുഴൽ അല്ലേ? അതായത് ഗർഭാശയത്തിനകത്തോട്ടാണ് വരുന്നത് അണ്ഡവാഹിനി കുഴൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, യൂട്രസ് ഇങ്ങനെയാണെങ്കിൽ യൂട്രസ് അത് അണ്ഡവാഹിനി കുഴൽ ഇവിടെയാണ് വരിക. ഇവിടെ വെച്ചാണ് ബീജസംയോഗം നടക്കുക. നെക്സ്റ്റ്, അതിന് ശേഷമാണ് യൂട്രസിലേക്ക് സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് വന്ന് നിക്ഷേപിക്കപ്പെടുക അല്ലേ? ഇവിടെ അണ്ഡങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അണ്ഡവാഹിനി കുഴൽ ഇവിടെയാണ് വരുന്നത്. പിന്നെ കുഴൽ വരുന്നു അകത്തേക്ക് വരുന്നു. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ജീവകമാണ് ടോക്കോഫെറോൺ ജീവകം വിറ്റാമിൻ ടോക്കോഫെറോൺ ജീവകം എവിടെയാണ് വരുന്നത്? ആൻസർ ജീവകം ഇ. വിറ്റാമിൻ ജീവകം ഇ ആണ് ടോക്കോഫെറോൺ ജീവകം ഇ. മീനമാത രോഗം ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മീനമാത രോഗം ഏത് മലിനീകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ HG മലിനീകരണം മെർക്കുറി. മീനമാത HG മലിനീകരണം മെർക്കുറിയാണ്. നെക്സ്റ്റ്, മാംസത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മാംസ്യത്തിൻ്റെ കുറവ് മൂലം പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാർഷിയോക്കർ. ഏതാണ്? ക്വാർഷിയോക്കർ. ക്വാർഷിയോക്കർ പ്രോട്ടീൻ. വിഡാൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? വിഡാൽ ടെസ്റ്റ് എന്തിനു ഉപയോഗിക്കുന്നു? വിഡാൽ ടൈഫോയിഡ്. അന്താരാഷ്ട്ര യോഗ ദിനം ഏതാണ്? ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം എഴുതുക. 1, ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ്. ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളാണ്. ഏതാണെന്ന് ശരിയെന്ന് നോക്കിയാൽ മതി. ആൻസർ 2 മാത്രം ശരിയാണ് അല്ലേ? സ്മോൾ ജി ഗ്രാവിറ്റേഷൻ. ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. നെക്സ്റ്റ് വൺ, സാധാരണ ടി വി റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതൊക്കെയാണ്? ഇൻഫ്രാറെഡ് രശ്മികളാണ് ടി വി റിമോട്ടിൽ ഉപയോഗിക്കുക. ഇൻഫ്രാറെഡ് ആണ് ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്നത്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം F = 15 cm ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം R എത്രയായിരിക്കും? ഫോക്കസ് ദൂരം 15 cm ആണെങ്കിൽ അതിൻ്റെ വക്രതാ ദൂരം എത്രയായിരിക്കും? ആൻസർ 30 cm. ഇരട്ടിയായിരിക്കും അല്ലേ? 30 cm ആണ്. ഫോക്കസ് ദൂരം F 15 ആണെങ്കിൽ വക്രത R എത്രയാണ്? 30 ആണ്. 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതാണ്? 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതായിരുന്നു?
പെൻബ്രൽ ചന്ദ്രഗ്രഹണം. പെൻബ്രൽ ചന്ദ്രഗ്രഹണം. പെൻബ്രൽ 23 മെയ് 5-ന് പെൻബ്രൽ 23 മെയ് 5-ന് പെൻബ്രൽ ചന്ദ്രഗ്രഹണമാണ് ഉണ്ടായിരുന്നത്. അടുത്തത് 3D ഓർബിറ്റിൽ ഉള്ള ഒരു ഇലക്ട്രോണിന് സാധ്യമായ N, L, M എന്നിവയുടെ മൂല്യങ്ങൾ. 3D ഓർബിറ്റൽ ഉള്ള ഇലക്ട്രോണിന് സാധ്യമായ Nലും Lലും Mലും ഉള്ള മൂല്യങ്ങൾ എത്രയാണ്? ആൻസർ വരുന്നത് N = 3, L = 2, M = -1. ഓപ്ഷൻ എ ആണ്. 3D ഓർബിറ്റലിൽ N 3, L 2, M -1 ആയിരിക്കും. 3D ഓർബിറ്റലിൽ ഇലക്ട്രോൺസിൽ N 3, L 2, M -1 ആയിരിക്കും ഇലക്ട്രോണിൻ്റെ സാധ്യമായ മൂല്യങ്ങൾ. നെക്സ്റ്റ് വൺ, B, Al, Mg, K എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോഹസ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം എന്താണ്? ബോറോണ്, അലൂമിനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോഹസ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി നോക്കാം. പൊട്ടാസ്യം കൂടുതലാണ്, Mg ഏറ്റവും കുറവ് ബോറോണിന്, പിന്നെ അലൂമിനിയം, മഗ്നീഷ്യം, പിന്നെ പൊട്ടാസ്യത്തിലാണ് കൂടുതൽ. വാ തുറന്നിരിക്കുന്ന ഭാഗമാണ് കൂടുതൽ വരിക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പദാർത്ഥങ്ങളിൽ pH മൂല്യം 7-നേക്കാൾ കൂടുതലുള്ള ഏതിനാണ്? pH മൂല്യം 7-നേക്കാൾ കൂടുതൽ ഉള്ളത് ഏതിനാണ്? ആൻസർ മനുഷ്യരക്തം. ഏറ്റവും കൂടുതൽ pH മൂല്യം 7-നേക്കാൾ ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ pH മൂല്യം 7-നേക്കാൾ കൂടുതലുള്ളത് മനുഷ്യരക്തത്തിനാണ്. മറ്റേത് കുമിനീര്, നാരങ്ങാനീര്, ദഹനരസം അല്ലേ? ദഹനരസം നമ്മുടെ HCl വരാം. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത്. ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ആൻസർ ഫീനോളും അനിലീനും. ഫീനോളും അനിലീനുമാണ് ഉദാഹരണമല്ലാത്ത ആദർശ ലായനിക്ക് അല്ലാത്തത്. ആയത് ഏതൊക്കെയാണ്? അപ്പോൾ ബെൻസീനും ടൊളുവീനും എൻ ഹെക്സേനും എൻ ഹെപ്റ്റൈനും ബ്രോമോ ഈഥൈനും ക്ലോറോ ഈഥൈനുമാണ് ആദർശ ലായനിക്ക് ഉദാഹരണം ഉള്ളത്. ബെൻസീൻ, ടൊളുവീൻ, എൻ ഹെക്സേൻ, എൻ ഹെപ്റ്റൈൻ, ബ്രോമോ ഈഥൈനും ക്ലോറോ ഈഥൈനും ആദർശ ലായനി ഉദാഹരണമാണ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്താണ്? ഫീനോളും അനിലീനുമാണ് ആദർശ ലായനിക്ക് ഉദാഹരണം അല്ലാത്തതെന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 2 മാത്രമാണ് ഹെർമനുമായി ബന്ധപ്പെട്ടത്. 2 മാത്രം. രാജ്യസമാചാരം, പശ്ചിമോദയ എന്നീ പേരുകൾ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു. ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. രാജ്യസമാചാരം, പശ്ചിമോദയ എന്നിവയാണ് ഹെർമൻ ഗുണ്ടർട്ട് ബന്ധപ്പെട്ടത്. രാജ്യസമാചാരം, പശ്ചിമോദയമാണ് ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ട് എക്സാമ്പിളിൽ പഠിക്കുമ്പോൾ ആവശ്യമുള്ളത് മാത്രം പഠിക്കാം. രാജ്യസമാചാരം, പശ്ചിമോദയം ഹെർമൻ ഗുണ്ടർട്ടുമായിട്ടാണ് ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് വൺ, ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടുന്ന രാജ്യം? കായിക താരം. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയ്ക്ക് ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടുന്ന കായിക താരം. ജാവലിൻ ത്രോ ആരാണ്? നീരജ് ചോപ്ര. നീരജ് ചോപ്ര. നീരജാണ് ജാവലിൻ ത്രോ സ്വർണ്ണ മെഡൽ നീരജ് ചോപ്ര. ഇന്ത്യക്കാണ് നേടുത്തന്നേക്കുന്നത്. ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടുന്ന കായിക താരം ആരാണ്? നീരജ് ചോപ്ര. നെക്സ്റ്റ് വൺ, 2022 എഴുത്തച്ഛന് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2022 എഴുത്തച്ഛന് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എ സേതുമാധവൻ. 2022 എഴുത്തച്ഛന് പുരസ്കാരം എ സേതുമാധവൻ. 2022 എ സേതുമാധവൻ. ഓക്കെ, താഴ്ന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? ആത്മോപദേശ ശതകമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം. മാമാങ്കത്തിൻ്റെ അന്ത്യത്തിന് കാരണമായ ഘടകം ഏതാണ്? മാമാങ്കത്തിൻ്റെ അന്ത്യത്തിന് കാരണമായ ഘടകം മാമാങ്കം ഇല്ലേ? യുദ്ധം. ഹൈദരാലിയുടെ ആക്രമണം. മാമാങ്കം ഹൈദരാലിയുടെ ആക്രമണം. പണ്ട് നടന്ന ഒരു ഉത്സവം പോലത്തെ ഒരു യുദ്ധമായിരുന്നു എന്ത്? മാമാങ്കം അല്ലേ? ഹൈദരാലിയുടെ ആക്രമണം. ഇനി നെക്സ്റ്റ് വൺ, ഇനി വിട് എക്സാം ആയതുകൊണ്ട് അങ്ങോട്ട് വിടുകയാണ്. ഇംഗ്ലീഷ് നോക്കാം. ഡോണ്ട് ലുക്ക് ഡൗൺ ഡാഷ് ദ ഡോർ. ആൻസർ ഓപ്ഷൻ സി ആണ്, അപ്പോൾ. ലോങ് ലുക്ക് ഡൗൺ അപ്പോൺ ദ ഡോർ.
Don't look down upon the door, upon the door, upon the poor, upon the poor. Don't look down upon the poor. Long look down, dash the poor, long look down upon the poor. Next, this is dash mountain in the area. Are you sure you can climb it? This is dash mountain in the area. Are you sure you can climb it? Answer option D ആണ് വരുന്നത്. The steepest. This is the steepest mountain in the area. ഇവിടെ സ്റ്റീപ്പർ ഉണ്ട്, സ്റ്റീപ്പസ്റ്റ് ഏറ്റവും സുപ്രീം ആയത് അല്ലേ. This is the steepest mountain in the area. Are you sure you can climb it? Next one, neither my friends nor the bookstore dash the book I need. Neither my friends nor the bookstore dash the book I need. Answer has. Bookstore has the book I need. Has the book I need. Neither my friends nor the bookstore has the book I need. Neither my friends nor the bookstore has the book I need. അടുത്തത്, I tried to explain but he refused dash and went on dash. I tried to explain but he refused dash and went on dash. To listen, grumbling. I tried to explain but he refused to listen. To listen and went on grumbling. And went on grumbling. And went on grumbling. I tried to explain but he refused to listen. To listen and went on grumbling. To listen and went on grumbling. Next, they showed her the earliest way to do it. The passive form of the sentence is എന്താണ്? Passive form എന്താണ്? They showed her the easiest way to do it. അതിൻ്റെ passive form എന്താണ്? Answer, she was shown the easiest way to do it. She was shown. They showed her the easiest way to do it എന്ന് പറയുന്നത് എങ്ങനെ എഴുതുന്നുണ്ട്? She was shown the easiest way to do it. She was shown the easiest way to do it. Okay. Next, a dash of sailors. A dash of sailors എന്താണ്? A crew of sailors. A crew, CREW, crew of sailors. Crew of sailors. Her iron will and dash commitment put her on the top. Her iron will and commitment put her on the top. Answer option C ആണ് unflinching. Unflinching. Her iron will and unflinching commitment. Unflinching commitment. Unflinching commitment put her on the top. If you are under a cloud, it means that. Under a cloud means that എന്താണ്? Under a cloud means you are in trouble. You are in trouble. You are in trouble എന്നാണ് under a cloud means. You are in trouble എന്നാണ് under a cloud means. Under a cloud you are in trouble. The explanation of NCLT. NCLT എന്താണ്? Answer, National Company Law Tribunal. B. National Company Law Tribunal. National Company Law Tribunal. National Company Law Tribunal ആണ് NCLT. National Company Law Tribunal. National Company Law Tribunal. Pick out the correctly spelled word. Pick out the correctly spelled word. ഇവിടെ ഓപ്ഷൻ എ DEARTH. കറക്റ്റ് അതാണ്. ബാക്കി നെക്സ്റ്റ് വേർഡ് മലയാളം. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു. അതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? അകത്തമ്മ ചമഞ്ഞു. അകത്തമ്മ ചമഞ്ഞുവിനർത്ഥം എന്താണ്? ഓപ്ഷൻ ബി വലിയ മേന്മ നടിക്കുക. വലിയ മേന്മ നടിക്കുക. അകത്തമ്മ ചമഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ മേന്മ നടിക്കുക. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പം തിരഞ്ഞെടുക്കുക. അതായത് വളരെയധികം സംസാരിക്കുന്നവനായി. ആൻസർ അതിവാചാലൻ. വളരെയധികം സംസാരിക്കുന്നവൻ എന്നുള്ളതിന് അതിവാചാലൻ. നെക്സ്റ്റ്, ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായ വാക്ക് അവിടെ ഉള്ളത് ഏതാണ് നോക്കുക. അന്തസ്. ഓപ്ഷൻ ബിയിൽ നോക്കാം. ഓപ്ഷൻ ബി അവിടെ അടിയിൽ വരച്ചിരിക്കുന്നതിൻ്റെ വിപരീത പദം എഴുതുക. അനശ്വരതയുടെ വിപരീത പദം. അനശ്വരത എന്താണ്? നശ്വരം. അനശ്വരത നശ്വരമാണ് വിപരീത പദം. നദിയുടെ പര്യായം അല്ലാത്ത പദം ഏതാണ്? നദിയുടെ പര്യായം അല്ലാത്ത പദം ഏതാണ്? ഇവിടെ പയോദമാണ് അല്ലാത്തത്. വാക്ക് പ്ലസ് മയം. വാക്ക് പ്ലസ് മയം.
വാക്ക് പ്ലസ് മയം. ആൻസർ വാങ്മയം. പല ഉരു പിരിച്ചെഴുതുക. പല ഉരു എങ്ങനെ പിരിച്ചെഴുതാം? പല പ്ലസ് ഉരു. പല പ്ലസ് ഉരുവാണ് പല ഉരു. സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏതാണ്? ദ്വിവചനം. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ആൻസർ പി.വി. ആൽബി. പി.വി. ആൽബി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ വാക്യം ഏതാണ്? ശരിയായ വാക്യം ഏതാണ്? 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. ശരിയായ വാക്യം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം? മന്ത്രിസഭാ തീരുമാനങ്ങൾ. നെക്സ്റ്റ് വൺ, കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ. പരമാവധി തടവ് ശിക്ഷ ഏതാണ്? 1 വർഷം വരെ കഠിന തടവ്. കൊക്കൈൻ 1 വർഷം വരെ കഠിന തടവ്. കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് 1 വർഷം വരെ കഠിന തടവാണ്. നെക്സ്റ്റ് വൺ, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹിക മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാകുന്നത്? ഓപ്ഷൻ എ ആണ് 67(9) വകുപ്പ് പ്രകാരം. 67(9) കുട്ടികളുടെ അശ്ലീല ചിത്രം. 67(9) കുട്ടികളുടെ അശ്ലീല ചിത്രം പ്രദർശിപ്പിക്കുന്നത്. കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ബി. ഒന്നാമത്തെ നടപടി മാത്രം. അതായത് ഒന്നാമത്തെ, എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിൻ്റെ സേവനം ഉറപ്പുവരുത്തുക. സ്ത്രീകളുടെ സ്വകാര്യതയ്ക്ക് വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിൻ്റെ സേവനം ഉറപ്പുവരുത്തുക. എയ്ഡ്സ് ബാധിതനായ ഒരു വ്യക്തി രോഗം പരത്തണം ഉദ്ദേശത്തോടെ രോഗവിവരം മറച്ചുവെച്ച് മറ്റാളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നതിന് ലഭിക്കുന്ന ശിക്ഷ എന്തായിരിക്കും? ഒരു വ്യക്തിന് എയ്ഡ്സ് ബാധിതനായ ഒരു വ്യക്തി രോഗം മറച്ചു വെച്ചിട്ട് മറ്റാളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അയാൾക്ക് ലഭിക്കാവുന്ന, എയ്ഡ്സ് രോഗബാധയ്ക്ക് ലഭിക്കാവുന്ന, എയ്ഡ്സ് രോഗിയായ വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ആൻസർ 2 വർഷം വരെ തടവ് ശിക്ഷ. അപ്പോൾ എയ്ഡ്സ് രോഗിക്കും ശിക്ഷ ലഭിക്കാം. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. എപ്പോഴാണ്? രോഗം മറച്ചു വെച്ചിട്ട് മറ്റുള്ള ആൾക്കാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ. താഴെ പറയുന്നതിൽ ഏതാണ് വാറണ്ട് കേസ് പരിഗണിക്കാവുന്ന കുറ്റകൃത്യം? വാറണ്ട് കേസ് പരിഗണിക്കാവുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. രണ്ടാമത്തെ പ്രസ്താവന മാത്രം. പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. വാറണ്ട് കേസ്. പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. മൊഴിയുടെ കാര്യമാണ് പറഞ്ഞത്. ലൈംഗിക ഉദ്ദേശത്തോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷ എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷ. വിവരാവകാശ നിയമപ്രകാരം 3-ാം കക്ഷിയും ബന്ധപ്പെട്ട വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷകനെ അറിയിക്കണം? 40 ദിവസത്തിനകം. നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഇന്ത്യ 1985 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത്? നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം കുറ്റവാളികൾക്ക് ധനസഹായം കൊടുക്കുന്നത് കുറ്റകൃത്യമാകുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? ആൻസർ വകുപ്പ് 27A ആണ്. 27A ആണ്.
കുറ്റവാളികൾക്ക് തന്നെ സഹായം കൊടുക്കുന്നത് കുറ്റകരമാവുന്നത് 27A. താഴെ പറയുന്നവരിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 4 മാത്രമാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി. ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ ഇന്ന ശിക്ഷ എന്ന പ്രകാരം അവർ ചെയ്യുന്ന കുറ്റകൃത്യം ഏതാണ്? ആൻസർ ബി ആണ് വരുന്നത്, കവർച്ച. നെക്സ്റ്റ് വൺ, കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ. പൊതുജനങ്ങൾക്ക് അസഹ്യത ഉളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ ലഭിക്കുന്ന തടവ് ശിക്ഷ. ആൻസർ 1 വർഷം വരെ. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് കോടതി മരണമൊഴി വെളിവായി സ്വീകരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, എല്ലാ സാഹചര്യത്തിലും തെളിവായി സ്വീകരിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, സാങ്കേതിക വിദ്യാ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണം ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ. സാങ്കേതിക വിദ്യ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ ഏതാണ്? ആൻസർ 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്, രണ്ടാമത്തെ മാത്രം. സ്വമേധയാ ലഹരിക്ക് അടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ച് അത് കുറ്റകൃത്യമായി കണക്കാക്കും. സ്വമേധയാ ലഹരിക്ക് അടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. സ്വമേധയാണ്. ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം നടത്താൻ രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ. ക്രിമിനൽ നടപടി ക്രമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ. ക്രൈം. ആൻസർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നിറചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ലൈംഗിക പീഡനം. കാണിച്ചു കൊടുക്കുന്നതാണ് ലൈംഗിക പീഡനമായിട്ടും കണക്കാക്കാറുണ്ട്. നെക്സ്റ്റ്, താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതായിരിക്കും? 3ാമത്തെ പ്രസ്താവനയാണ് ശരിയായത്. 18 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയെ രക്ഷിതാവിൻ്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ട് പോകലെന്ന കുറ്റകൃത്യം ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകത്തുണ്ട്. ഇനി അതും കൂടി നോച്ച എക്സാമിന് നിങ്ങൾക്ക് ഗുണമായിരിക്കും.